തമിഴക വെற்றிക്കഴകം നേതാവ് വിജയിയെ കൂടെ നിർത്താൻ ശ്രമവുമായി AIADMK BJP സഖ്യം. വിജയ് സഖ്യത്തിലെത്തിയാൽ അത്ഭുതപ്പെടാനില്ലെന്ന് AIADMK മുതിർന്ന നേതാവ് കടമ്പൂർ രാജു പറഞ്ഞു. വിജയെ സ്വാഗതം ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, അല്പസമയം മുൻപാണ് നമുക്ക് അറിഞ്ഞത് കമൽഹാസൻ രാജ്യസഭയിലേക്ക് പോകുന്നു, അതും DMK ടിക്കറ്റിലാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ വിജയിയെ കൂടെ കൂട്ടാൻ AIADMK BJP സഖ്യത്തിന്റെ ശ്രമം നടക്കുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ ഈ പറയുന്നത് പോലെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണോ? എന്തെങ്കിലും ചർച്ച നടത്തിയതിന് ശേഷമാണോ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളിലേക്കൊക്കെ തന്നെ ഈ സഖ്യ നേതാക്കൾ നീങ്ങുന്നത്? പ്രജിൻ, TVKയുടെ നയരൂപീകരണത്തിന് ശേഷം അല്ലെങ്കിൽ അത്തരത്തിലൊരു പാർട്ടി രൂപീകരിക്കുന്നതിന് ശേഷം ഈ AIADMK നേതാക്കളും വിജയുമായി നിരന്തരം ചർച്ച നടത്തിയിരുന്നു. കാരണം വിജയ്ക്കറിയാം ഒറ്റയ്ക്കൊരു തെരഞ്ഞെടുപ്പിനെ ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നേരിടുക അത്ര ശുഭകരമാകില്ല എന്ന്. ഒപ്പം തന്നെ AIADMKയും ഒരു 2 മാസം മുൻപ്, അതായത് BJPയുമായി സഖ്യത്തിൽ ഏർപ്പെടും മുൻപ് അവർക്കും ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഒരു AIADMKയും TVKയും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. അത് സീറ്റ് ധാരണയിൽ എത്താത്തതിൻ്റെ പേരിലും ഒപ്പം തന്നെ വിജയ്ക്ക് ആദ്യം മുഖ്യമന്ത്രിയാകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചതിൻ്റെയും പേരിലൊക്കെയാണ് ആ സഖ്യം നടക്കാതെ പോയത്. പിന്നീട് അമിത്ഷാ ചെന്നൈയിലെത്തുന്നു, AIADMK BJP സഖ്യത്തിലാകുന്നു. അങ്ങനെ ആ സഖ്യവുമായി മുന്നോട്ട് പോയതിന് പിന്നാലെ വിജയുമായുള്ളൊരു സഖ്യത്തിന് പൂർണ്ണമായും സാധ്യത അടഞ്ഞു. അപ്പോൾ അതിന് ശേഷം വലിയൊരു ചർച്ചകളൊന്നും നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ AIADMKയിലെ മുതിർന്ന നേതാക്കളൊക്കെയും വിജയിയെ ഈ ഒരു മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനൊരു കാരണം തമിഴ്നാട്ടിൽ സഖ്യത്തിന് നേതൃത്വം നൽകുന്നത് AIADMK ആണ്. അപ്പോൾ അതുകൊണ്ട് BJPയെ പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ BJP സഖ്യത്തിൽ ഉണ്ട് എന്നത് കണക്കാക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ വിജയിയെ ഈ സഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെ ഇന്നലെ കടമ്പൂർ രാജു, AIADMKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹം ഈ ഒരു സഖ്യത്തിലേക്ക് വിജയ് എത്തിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളൊരു പരാമർശം നടത്തുകയുണ്ടായി. ഇതിന് പിന്നാലെ ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രൻ, അദ്ദേഹം ഈ TVKയോട് വളരെ നയപരമായി സമരസപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാത്തൊരു നേതാവാണ്. അദ്ദേഹം കൂടി ഇന്ന് വിജയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയമായി ചിന്തിച്ചാൽ പ്രധാനമായും വരുന്നത് വിജയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ തമിഴ്നാട്ടിലില്ല. ഒപ്പം തന്നെ കിട്ടാവുന്ന എല്ലാവരെയും കൂടെ നിർത്താനാണ് AIADMK BJP സഖ്യം ശ്രമിക്കുന്നത്. വിജയ് ഇന്നുവരെ AIADMKയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടില്ല, പ്രധാനപ്പെട്ട നേതാക്കളെ ആരെയും വിമർശന മുൻപിൽ നിർത്തിയിട്ടുമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ്, ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമെന്ന പ്രതീക്ഷയാണ് AIADMKയ്ക്കും BJPക്കും ഉള്ളത്. പക്ഷേ വിജയാണ് വളരെ ശ്രദ്ധാപൂർവം നീങ്ങേണ്ടത്. കാരണം ഒരു ഘട്ടത്തിൽ AIADMKയുടെയും BJPയുടെയും ഒപ്പം പോയി കഴിഞ്ഞാൽ അത് DMKയുമായുള്ള ഒറ്റയ്ക്കൊറ്റയ്ക്കൊരു മത്സരം എന്നുള്ള വിജയുടെ ഇതുവരെയുള്ള പ്രഖ്യാപനം, ഒപ്പം തന്നെ പ്രധാനമന്ത്രി അടക്കം പേരെടുത്തുകൊണ്ട് വിമർശിച്ച വിജയുടെ നിലപാട്, ഇതൊക്കെയും സംശയമുനമ്പിലാകും, ചോദ്യചിഹ്നത്തിലാകും. അതുകൊണ്ട് തന്നെ ഒരു ആലോചിച്ചുകൊണ്ടുള്ളൊരു തീരുമാനം ഉണ്ടാകും. എന്തായാലും ജനുവരിയോട് കൂടിയ കാര്യങ്ങളെ ഒരു പൂർണ്ണാർത്ഥത്തിൽ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും വിജയുടെ നീക്കം വലിയ നിർണായകമായി മാറിയിരിക്കുകയാണ്. പ്രജിൻ, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ വിശദാംശങ്ങൾ നൽകിയത്.